ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളിത് എങ്ങോട്ട് പോയി? അത് പത്മ തന്നെ ആയിരുന്നു. അമ്പിക ഇവിടെ നിൽക്കുന്ന, അങ്ങോട്ട് വന്നേ. ആ മുണ്ടയ്ക്കലമ്മ അവിടെ പോയി ഡ്രസ്സ് നോക്ക്, ഞാൻ വന്നേക്കാം. ചെല്ലേ. അത് അവള് തന്നെയായിരുന്നു. മുണ്ടയ്ക്കലമ്മയ്ക്ക് സിനിമാ നടന്മാരെയൊക്കെ പരിചയമുണ്ടോ? പിന്നെ പരിചയം ഉണ്ടോന്നോ? ഞാൻ അടുപ്പിക്കത്തില്ല അവന്മാരെയൊന്നും. എനിക്ക് അവന്മാരുടെ തള്ളു കേൾക്കുമ്പോ ദേഷ്യം വരും. ഏശി പോരല്ലോ. അല്ല, ഞാനേ വല്യമ്മയെ പരിചയപ്പെടാൻ വളരെ വൈകിപ്പോയി. കുറച്ചുകൂടി നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. ശരിയാ, നമുക്ക് കുറച്ചു പേരെ കൂടെ കുതികാലി വെട്ടി മലർത്തായിരുന്നു. അല്ല, എന്നാലും മുണ്ടയ്ക്കലമ്മേ, ആ കത്തെഴുത്തല്ലേ രണ്ടിന്റെ നടുവൊടിച്ചത്? സന്ദർഭം അനുസരിച്ച് ഇങ്ങനൊരു കത്തെഴുതാൻ മുണ്ടയ്ക്കലമ്മയ്ക്ക് എങ്ങനെ തോന്നി? വല്ലാത്തൊരു അത്ഭുതം തന്നെ. ഇതൊരു പാരമ്പര്യമല്ലേ. എനിക്കൊരു അപ്പൂപ്പനുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവോ? മഹാകവി തട്ടകത്തൂട്ടി. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. പ്രണയലേഖനം എഴുതുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. ആ കാലത്ത് ഈ പനയോലയിൽ ജാതകം എഴുതുന്നത് പോലെയാ പ്രണയലേഖനം എഴുതിക്കൊണ്ടിരുന്നത്. ഒടുവില് തട്ടകത്ത് കുട്ടിയ പനയോലയിൽ പൊതിഞ്ഞ്. അല്ല, അതെന്തു പറ്റി? സർസിപ്പിയുടെ കാലത്ത് ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ ഭാര്യയ്ക്ക് പനയോലയിൽ പ്രേമലേഖനം കൊടുത്ത്. അങ്ങേരത് കണ്ട് അങ്ങേര് തല്ലിക്കൊന്ന് ചുരുട്ടിയെടുത്ത്. ഞാൻ ഒത്തിരി കുടുംബങ്ങൾ കലക്കിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായിട്ട് തന്നതാ ഈ കാണുന്നതൊക്കെ. വേഗം ഒരു ബിരിയാണിയും കൂടെ വാങ്ങിച്ചോണ്ട് വാ. അല്ല, ഇത് തീർത്തിട്ട് വാങ്ങിച്ചാ പോരെ? ഈ കാറിന് എന്ത് വില വരും? ഇത് വില കുറഞ്ഞ കാറല്ലേ? ഒരു 10-20 ലക്ഷം രൂപയെ വരൂ. എനിക്ക് ഒരു കാർ എടുക്കണം, പിന്നെ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസും എടുക്കണം, എന്നിട്ടൊരു കറക്കം കറങ്ങണം. എവിടേക്കാ പോകുന്നേ? നേപ്പാളിലേക്ക്. അല്ല, അവിടെ ആമമാരുണ്ടല്ലോ. ആമമാരല്ല, ലാമമാര്. ആ, അവന്മാരുണ്ടല്ലോ. എനിക്ക് അവന്മാരുടെ കൂടെ കറങ്ങി നടക്കണം, എന്നിട്ട് ബുദ്ധമന്ത്രം ചൊല്ലി ഭജനക്കിരിക്കണം. അടുത്ത ബിരിയാണി ഒരു വിശ്രമത്തിന് ശേഷം പോരെ? നമുക്ക് ഡ്രസ് എടുക്കാൻ ടെക്സ്റ്റൈൽസിൽ പോയാലോ? ആ, പോവാം. എന്നാ അത് മതി. അത് കഴിഞ്ഞിട്ട് മതി അടുത്ത ബിരിയാണി. ആ, ശരി. ഞാൻ തരുന്ന പല ഗിഫ്റ്റുകളിൽ ഒന്നാ ഇത്. മുണ്ടയ്ക്കലമ്മയ്ക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, എടുത്തോളൂ. ആ, ദൈവമേ, ചതിച്ചോ? അത് പത്മയല്ലേ?
ശ്ശേ. അവളിത് ഇങ്ങോട്ട് പോയി. അത് പത്മ തന്നെ ആയിരുന്നു. അംബിക ഇവിടെ നിൽക്കുന്ന ഇങ്ങോട്ട് വന്നേ. ആ മുണ്ടയ്ക്കലമ്മ അവിടെ പോയി ഡ്രസ്സ് നോക്ക്, ഞാൻ വന്നേക്കാം. ചെല്ലേ. ഓ. ആ അത് അവള് തന്നെയായിരുന്നു. ശ്ശേ. ആ എന്താ അമ്മേ? എടാ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ശരി അമ്മേ. ആ പെട്ടെന്ന് വരാന്നാണല്ലോ അമ്മ പറഞ്ഞത്.